അടുത്തതിന് ഗുരുവായൂരിലേക്കാണ്. അപ്പോൾ ചോറ്റാനിക്കരയിൽ നിന്ന് ചോറൂണ് കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ നമ്മൾ ഗുരുവായൂരേക്ക് ട്രെയിൻ കയറാൻ നിൽക്കുകയാണ്. കുട്ടു ബഹളം വെച്ച് തുടങ്ങിയപ്പം ഓരോരുത്തരായിട്ട് മാറി മാറി എടുക്കുകയാണ്. അവസാനം ഉറക്കം വന്നിട്ടാന്ന് മനസ്സിലായപ്പോൾ ഞാനിതാ ഫാനുള്ള സ്ഥലത്തൊക്കെ നടന്ന് അവനെ ഉറക്കാനുള്ള ശ്രമമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ട്രെയിനിൽ നാൾ ഭയങ്കര ബഹളമായിരുന്നു. അവിടെ എത്തുമ്പോഴേക്കും നല്ല ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ റൂമിലെത്തി കുളിച്ചു. ഇനി നാളെ അടുത്ത ചോറൂണിന് പോകണ്ടേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ഉറക്കം പാസ്സാക്കിയിട്ട് വരാം. ഞാനൊരുങ്ങുമ്പോഴേക്കും കുട്ടൂന് കമ്പനിക്ക് ആളുണ്ട്. ഞാൻ ഈ ധാവണിയായിരുന്നു കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇത് ഓണത്തിനെടുത്തതാണ്. പിന്നെ അധികം നേരം നിന്നില്ല, ഞങ്ങൾ വേഗം ഇറങ്ങി. അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഞാൻ ഇത്രയും തിരക്ക് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാനും ഏട്ടനും അമ്മയും അനിയനും മാത്രമാണ് ചോറ് കൊടുക്കാൻ കയറിയത്. പിന്നെ ചെറിയൊരു ഷോപ്പിംഗ് നടത്തി ഞാനൊരു കൃഷ്ണനെ വാങ്ങിയിട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതാണ്. അപ്പോൾ തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ട്. വിശപ്പിൻ്റെ വിളി എല്ലാവർക്കും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ദോശ എത്തി. ഇനി ഇത് കഴിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ. കൂടെ കാപ്പിയുണ്ട്. 8 മാസത്തോളമായി ഞാനൊരു കാപ്പി കുടിച്ചിട്ട്. അതിനുശേഷം റൂമിലെത്തി, കുട്ടൂന് ഫുഡ് കൊടുത്തു, പിന്നെ എല്ലാവരും ചേഞ്ച് ചെയ്തു. പിന്നെ നമ്മൾ ഇറങ്ങാണ്. തിരിച്ച് ബസ്സിലാണ്. നേരെ നമ്മളെ നാട്ടിലേക്കാണ്, കോഴിക്കോടേക്ക്. ഇന്നലത്തെ ട്രെയിനിലെ പെർഫോമൻസ് കണ്ട് ഞാൻ കുട്ടൂൻ്റെ കാര്യം ഒന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആള് വേഗം തന്നെ ഉറങ്ങിപ്പോയി. ബസ്സിൽ നിന്ന് എടുത്ത് നടക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള ടെൻഷനായിരുന്നു. എന്താണ് എന്താണ് കട ബോധം വിട്ടു നീയോ കോഴിക്കോട് എത്തിയിട്ട് നമ്മൾ ആദ്യം ഫുഡ് കഴിക്കാനാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ഞാൻ പുട്ടാണ് കഴിച്ചത്. പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു, പൊറോട്ട ഉണ്ടായിരുന്നു, ബീഫ് റോസ്റ്റ് ഉണ്ടായിരുന്നു, കുറുമ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വിട്ടു. നമ്മൾ ഈ വീഡിയോയിൽ അംഗബലം ഒന്ന് കൂടിയിട്ടുണ്ടായിരുന്നല്ലേ. ഇത് വേറെ ആരുമല്ല, എക്സ്ട്രാ ആൾ ഏട്ടൻ്റെ ബ്രദറാണ്, കുട്ടൂൻ്റെ വല്യച്ഛൻ. ഏട്ടൻ നേരെ ഗുരുവായൂരേക്ക് എത്തുമായിരുന്നു.